ഓക്കെ, സോ കഴിഞ്ഞ വർഷം വന്ന വിവോ X80 പ്രോയിൻ്റെ നെക്സ്റ്റ് വെർഷൻ ആയതായി വിവോ X90 പ്രോ വിവോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല പ്രീമിയം ബ്ലാക്ക് പാക്കറ്റിലാണ് വന്നിരിക്കുന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഫോണാണ്. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, ട്രാൻസ്പെറന്റ് TPU കേസ്, ഡോക്യുമെന്റ്സ് ആൻഡ് സിം ടൂൾ. ഈ ഫോണിന്റെ ഡിസൈനിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഒരു കാര്യം എന്തായാലും എടുത്ത് പറഞ്ഞേ പറ്റും. ഇതിന്റെ ക്യാമറ മോഡ്യൂൾ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല തിക്ക് ക്യാമറ മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ക്യാമറ മോഡ്യൂൾ ഇങ്ങനെ ഒരു ഫിംഗർ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല അത്യാവശ്യം തിക്ക് ക്യാമറ മോഡലാണ് വന്നിരിക്കുന്നത്. ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. എനിവേ, ഈ ഫോണിന്റെ ലുക്ക് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഇൻ ഹാൻഡ് ഫീൽ ആണെങ്കിലും ഒരു പ്രീമിയം ഫോണിന്റെ ഫീൽ ആണ് തരുന്നത്. ഫോർ ഷ്യൂർ. ബാക്കിൽ ഒരു ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ ഫ്രെയിം അലൂമിനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ വിവോയുടെ ബ്രാൻഡിങ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാമറ മോഡലിന് തൊട്ട് താഴെയായിട്ട് ഒരു ഷൈനി നല്ല ഗ്ലോസി സ്ട്രിപ്പ് തന്നിട്ടുണ്ട്. ആ സ്ട്രിപ്പിൽ എക്സ്ട്രീം ഇമാജിനേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ അടിയിൽ വിവോ സയസ് കോ എഞ്ചിനീയർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഈ ഫോണിന്റെ ക്യാമറ വിവോ ആൻഡ് കാൾ സയസിന്റെ കൊളാബറേഷനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്യാമറ മോഡലിന്റെ മേളിൽ T സ്റ്റാർ എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഈ ഫോണിന്റെ ലെൻസിൽ T സ്റ്റാർ കോട്ടിംഗ് വരുന്നുണ്ട്, കാൾ സയസിന്റെ T സ്റ്റാർ കോട്ടിംഗ്. അതിനോടൊപ്പം തന്നെ കാൾ സയസിന്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വലിയ ക്യാമറ മോഡൽ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഫോൺ ലേശം ടോപ്പ് ഹെവിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ടോപ്പ് പോർഷൻ ലേശം ഹെവി ആയിട്ട് തോന്നും. ഫോൺ അങ്ങനെ ഭയങ്കരമായി ഹെവി ഒന്നല്ല. ഓക്കെ, 214 ഗ്രാമാണ് വെയിറ്റ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ വെയിറ്റ് ഒക്കെ ഓക്കെ ആണ്. 9.3 mm ആണ് തിക്നെസ്. പിന്നെ ഈ ഫോണിന്റെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഇങ്ങനെ കർവ് വരുന്നത് കൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഫോണിന്റെ ടോപ്പിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ IR ബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ഫോണിന്റെ റൈറ്റിലാണ് വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ. ലെഫ്റ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. താഴെ സിം ട്രേ, മൈക്ക്, ടൈപ്പ് സി USB പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. ഈ ഫോൺ IP68 സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. ഫ്രണ്ടിൽ 6.78 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ് ഡിസ്പ്ലേ ആണ്. 10 ബിറ്റ് ആണ് ഇതിന്റെ കളർ ഡെപ്ത്. എന്ന് വെച്ചാൽ 1 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 120 ഹെർട്സിന് റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. HDR10+ സർട്ടിഫിക്കേഷനുമായാണ് വരുന്നത്. പിന്നെ ഇതിന്റെ റെസൊല്യൂഷൻ ഫുൾ HD അല്ല, എന്നാൽ 2K അല്ല, ഫുൾ HD++ എന്ന് വിളിക്കാൻ പറ്റും. 1300 നിറ്റ്സിൻ്റെതാണ് പീക്ക് ബ്രൈറ്റ്നസ്. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ അടിപൊളിയാണ്. ഓക്കെ, സോ ബ്രൈറ്റ്നസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്തില്ല. ബാക്കി ഡിസ്പ്ലേയുടെ കളർ ആണെങ്കിലും പിക്ചർ ക്വാളിറ്റി ആണെങ്കിലും അതൊക്കെ അടിപൊളിയാണ്. ഓക്കെ, നല്ല ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഈ 120 ഹെർട്സ് ഉണ്ടല്ലോ, അത് മിക്ക എല്ലാ ആപ്ലിക്കേഷനും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ആമസോണിൽ ട്രൈ ചെയ്ത് നോക്കി. ഇവരുടെ ഗാലറി ആപ്ലിക്കേഷനിൽ, പ്ലേ സ്റ്റോറിൽ, ട്വിറ്ററിൽ, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ യൂട്യൂബിൽ മാത്രം വർക്ക് ചെയ്യുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായത്. യൂട്യൂബിൽ 60 FPS അല്ലെങ്കിൽ 60 ഹെർട്സിലാണ് വർക്ക് ആവുന്നത്. സോ ആ ഒരു സൂപ്പർ സ്മൂത്ത് ഫ്ലോ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടൂല. ബാക്കി എല്ലായിടത്തും 120 ഹെർട്സ് വർക്ക് ആവുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സ്പീക്കറുടെ ക്വാളിറ്റി നല്ലതാണ്, നല്ല ലൗഡാണ്. വോളിയം ഒക്കെ അത്യാവശ്യം ഉണ്ട്. ഓക്കെ, കുറച്ചും കൂടി ഒരു പൊടിക്കൂടി ബെറ്റർ ബേസ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി സ്പീക്കർ ആയനെ. അതില്ലെങ്കിലും നല്ല സ്പീക്കർ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസും നൈസ് ആണ്. അതായത് ഡെഡിക്കേറ്റഡ് X ആക്സിസ് ലീനിയർ മോട്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൈപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പക്ഷേ അതിന്റെ ഓപ്റ്റിമൈസേഷൻ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ വോളിയം അപ്പും വോളിയം ഡൗൺ ചെയ്യുമ്പോൾ അവിടെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒന്നും വരുന്നില്ല. വിൻഡോസ് മിനിമൈസ് ചെയ്യുമ്പോൾ അവിടെയും ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഇല്ല. ആപ്പ് ഡ്രോർ ഓപ്പൺ ചെയ്തിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോഴും അവിടെയും ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് മിസ്സിംഗ് ആണ്. സോ ഇവിടെയൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വിവോ ഇത് ഓപ്റ്റിമൈസ് ചെയ്യണം അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. കാരണം ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നാൽ ക്യാമറ യുഐയിലുള്ള സംഭവം ഉണ്ടല്ലോ, ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, അത് അടിപൊളിയാണ്. ഓക്കെ, എസ്പെഷ്യലി നമ്മൾ ഈ ഒരു മാഗ്നിഫിക്കേഷൻ സൂം അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വൈബ്രേഷൻ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ഒരു സൗണ്ട് ഉണ്ട്, ഇങ്ങനെ അടിപൊളി സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അവിടെ നല്ലോണം വിവോ ചെയ്തിട്ടുണ്ട്. മീഡിയ ടെക്കിന്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആയ ഡയമൻസിറ്റി 9200 ചിപ്സെറ്റ് ആണ് ഈ ഒരു ഫോണിൽ തന്നിരിക്കുന്നത്. പെർഫോമൻസ് ഒക്കെ പക്കയാണ്. ഓക്കെ, സൂപ്പർ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. 11.5 ലക്ഷത്തിന്റെ മേളിലുള്ള AnTuTu സ്കോറും കിട്ടുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 ഉണ്ടല്ലോ, അതിന്റെ ലെവലിലേക്ക് വരുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു ചിപ്സെറ്റും മീഡിയ ടെക്കിന്റെ ഏറ്റവും പവർഫുൾ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് തന്നെയാണ്. വിവോ ഇത് നല്ലോണം ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അത് നോർമൽ യൂസ് ആണെങ്കിലും ഈവൻ ഗെയിമിംഗ് ആണെങ്കിലും രണ്ടിലും നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. പിന്നെ വിവോയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ട് വിവോയുടെ ആ ഒരു ഡെഡിക്കേറ്റഡ് V2 ചിപ്പ് ഉണ്ടല്ലോ, ആ V2 ചിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ V2 ചിപ്പ് നോർമലി ഗെയിമിങ്ങിനും പിന്നെ ക്യാമറ പെർഫോമൻസിലും സഹായിക്കും. റാം ടൈപ്പ് ആൻഡ് സ്റ്റോറേജ് ടൈപ്പ് രണ്ടും ഫ്ലാഗ്ഷിപ്പ് ആണ്. ഓക്കെ, LPDDR5X റാം കൊടുത്തിട്ടുണ്ട്. UFS 4.0 സ്റ്റോറേജ് വരുന്നുണ്ട്. ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അധികം ചൂടാവാതിരിക്കാൻ വേണ്ടി ലാർജ് സൈസ് വേപ്പർ ചേമ്പർ കൂളിംഗും ഈ ഫോണിൽ വരുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് ലേറ്റസ്റ്റ് Android 13 ആണ് വിത്ത് ലേറ്റസ്റ്റ് FunTouchOS 13. 1-2 ബ്ലോട്ട്വെയർസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതെടുത്ത് കളയാം. ഫൈനലി ആ ഒരു ഹോട്ട് ആപ്സ്
ആൻഡ് ഹോട്ട് ഗെയിംസ് വിവോ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. സോ അറ്റ്ലീസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനെങ്കിലും അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാൽ വിവോയുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് വി ആപ്പ് സ്റ്റോർ, അത് തൊട്ടുപോലും ചെയ്യരുത്. കാരണം അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി ആപ്പ് റെക്കമെൻഡേഷൻസ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, 3 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് 14, 15, 16 വരെ കിട്ടുമെന്നാണ് വിവോ പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഫോണിന്റെ ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ സോണിയുടെ 1 ഇഞ്ച് സെൻസർ കൊടുത്തിട്ടുണ്ട്. OISന്റെ സപ്പോർട്ട് ഉണ്ട്. 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, ഇത് സോണിന്റെ സെൻസർ തന്നെയാണ്. പിന്നെ 50 മെഗാ പിക്സലിന്റെ 2x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന പോർട്രേറ്റ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും വിവോ ആൻഡ് കാൾ സൈസിന്റെ കൊളാബറേഷനെ കുറിച്ച് അറിയാം. ഞാൻ ആക്ച്വലി ഓൾറെഡി ഇതിനെക്കുറിച്ച് വിവോ X80 പ്രോന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും വിശദമായിട്ട് വിവോ ടെക് ഡേ ഈവന്റിന്റെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. ബേസിക്കലി T-സ്റ്റാർ കോട്ടിംഗ് ആണ് വരുന്നത്. ഈ T-സ്റ്റാർ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, ഈ ലെൻസ് ഫ്ലെയർ അല്ലെങ്കിൽ ഈ ഗോസ്റ്റിംഗ്, അതൊക്കെ നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റും ഈ T-സ്റ്റാർ കോട്ടിംഗ് ഉള്ളതുകൊണ്ട്. വിവോ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിന്റെ ഫോട്ടോഗ്രാഫി പെർഫോമൻസിൽ വിവോയുടെ ഒരു ടച്ച് അല്ലെങ്കിൽ വിവോയുടെ ഒരു സ്റ്റാമ്പ് എന്തായാലും കാണും. അത് സാംസങ് പോലെയല്ല, പിക്സൽ പോലെയല്ല, അല്ലെങ്കിൽ ഐഫോൺ പോലെയല്ല. വിവോന് അവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ട്. എക്സാക്ട്ലി അതേ സ്റ്റൈലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇതിന്റെ ഫോട്ടോ പ്രോസസിങ് ഇഷ്ടപ്പെടും. നല്ല ഫോട്ടോസ് ആണ് ക്യാപ്ചർ ചെയ്യുന്നത്, നല്ല കളേഴ്സ് ഉണ്ട്, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഫോട്ടോ സാമ്പിൾസ് ചെയ്യാൻ സൈഡ് ബൈ സൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. HDR ഒക്കെ നല്ലോണം മാനേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ സ്കൈ ഉണ്ടെങ്കിലും സ്കൈയിൽ നല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, യാതൊരു ഇഷ്യൂ ഇല്ല. ഹ്യൂമൻ സബ്ജക്റ്റിന്റെ ഫോട്ടോസ് ആണെങ്കിലും നോർമൽ ഫോട്ടോസ് ആണെങ്കിലും നല്ല ഫോട്ടോഗ്രാഫി പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫീൽ ഉണ്ടല്ലോ, ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫി പെർഫോമൻസ് അത് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ 2x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോർട്രേറ്റ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് തന്നെയാണ്. കാരണം പല ഫോൺസിലും ഈ സൂം ചെയ്യുന്ന ലെൻസ് കാണും, പക്ഷെ അതുകൊണ്ട് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ആ ഒരു പരിമിതി ഇല്ല. നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ വെച്ച് ഇത്തരത്തിലുള്ള സൂംഡ് ഇൻ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. സ്കിൻ ടോൺ ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും കാണാൻ നല്ല രസമുള്ള പോർട്രേറ്റ് ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ട് ഞാൻ നല്ല അൾട്രാവൈഡ് പെർഫോമൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇത് കിട്ടുന്നുണ്ട്. മെയിൻ ക്യാമറ ഫോട്ടോസും അൾട്രാവൈഡ് ഫോട്ടോസും നമ്മൾ സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മെയിൻ ക്യാമറ ഫോട്ടോസിന്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അൾട്രാവൈഡിൽ കിട്ടൂല. എന്നാൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, കളറും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. വിവോ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിന്റെ നൈറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ലോ ലൈറ്റ് പെർഫോമൻസ് എപ്പോഴും അടിപൊളിയായിരിക്കും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നല്ല ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ഞാൻ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ഷാർപ്നെസ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും, സ്പെഷ്യലി ലൈറ്റ് ഉണ്ടല്ലോ, ബ്രൈറ്റ് ലൈറ്റ്, ആ ബ്രൈറ്റ് ലൈറ്റ് വിവോ നല്ലോണം കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ കത്തി നിൽക്കുന്നില്ല. പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞില്ല, ഇതിന് T-സ്റ്റാർ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് ആ ഫ്ലെയർ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഈ ഗോസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് മിനിമം ആണ്. വീഡിയോ പെർഫോമൻസ് ഓക്കെ ആയിട്ട് തോന്നി. അതായത് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ കിട്ടുന്ന ഏറ്റവും മികച്ച വീഡിയോ പെർഫോമൻസ് ആണെന്ന് പറയാൻ പറ്റൂല. അത് മിക്കവാറും ഐഫോൺ അല്ലെങ്കിൽ സാംസങ് ഫോൺസിലാണ് കിട്ടുന്നത്. എന്നാൽ ഇവിടെയും നല്ല വീഡിയോ പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. ഹ്യൂമൻ സബ്ജക്ട്സിന്റെ വീഡിയോസ് എടുക്കുമ്പോൾ സ്കിൻ ടോൺ ഉണ്ടല്ലോ, അതിൽ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് വേണം. അതായത് ആ ഒരു ഓവറോൾ സ്കിൻ പ്രോസസിങ് കുറച്ചും കൂടി ബെറ്റർ ആക്കണം. എന്നാൽ നമ്മൾ ഈ നോർമൽ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ പൂക്കളും ചെടികളും അല്ലെങ്കിൽ ബിൽഡിങ്സും സീനറി ഒക്കെ ആണെങ്കിൽ അതൊക്കെ നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്, നല്ല ബ്രൈറ്റ് വീഡിയോസ് ആണ് കിട്ടുന്നത്. OISന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നല്ല സ്റ്റേബിലൈസേഷനും കിട്ടുന്നുണ്ട്. അതായത് വലിയ ഷേക്ക് ഒന്നും ഇല്ലാത്ത നല്ല സ്റ്റേബിൾ വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വെച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സെൽഫി ഫോട്ടോസ് നല്ലതാണ്. നോർമലി വിവോ ഫോൺസിന്റെ സെൽഫി ഫോട്ടോസ് അടിപൊളിയായിരിക്കും. ഇവിടെ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. എന്നാൽ സാംസങ് ഫോൺസ് അല്ലെങ്കിൽ ഐഫോൺസിൽ കിട്ടുന്ന ആ ഒരു ഓട്ടോ ഫോക്കസ് ഉണ്ടല്ലോ, ഓട്ടോ ഫോക്കസ് ഇവിടെ വരുന്നില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു കറക്റ്റ് ഫോക്കൽ ഡിസ്റ്റൻസ് പിടിച്ച് സെൽഫീസ് എടുത്താൽ നല്ല ഷാർപ്പ് സെൽഫീസ് കിട്ടുന്നുണ്ട്. ഐസിൽ നല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നുമില്ല. സ്കിൻ ടോൺ ഒക്കെ നല്ലതാണ്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ചെറിയ രീതിയിലുള്ള ഒരു സ്കിൻ സ്മൂത്തനിങ് മേക്കപ്പ് ഇടിയിലേക്ക് വരുന്നുണ്ട്. നിങ്ങളത് ഓഫ് ചെയ്ത് നാച്ചുറൽ ആക്കിയാൽ നല്ല നാച്ചുറൽ സെൽഫീസ് തന്നെ കിട്ടുന്നുണ്ട്. സോ നോർമൽ സെൽഫീസ് ആണെങ്കിലും പോർട്രേറ്റ് സെൽഫീസ് ആണെങ്കിലും പ്രോസസിംഗ് ഒക്കെ അടിപൊളിയാണ്. സോ സെൽഫി ഫോട്ടോസിന് എനിക്ക് വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല. എന്നാൽ സെൽഫി വീഡിയോയിൽ വീണ്ടും അതേ സെറ്റപ്പ് ആണ്. ഞാൻ വീണ്ടും അതേ കഥ ഒന്നോടെ ആവർത്തിക്കേണ്ടി വരും. വിവോയുടെ വിവോ V27 പ്രോയിൽ അവർ 4K 60 FPS ഫ്രണ്ട് ക്യാമറ തന്നിട്ടുണ്ട്. എന്നാൽ ഇത് പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ സെൽഫി ക്യാമറയിൽ 4K റെക്കോർഡിംഗ് തരണം ഇവിടെ വരുന്നില്ല. 1080p റെക്കോർഡിംഗ് ആണ് വരുന്നത്. വീഡിയോ ജസ്റ്റ് ഓക്കെ ആവറേജ് ആണ്. വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതായത് ഈ ഒരു ഫോണിന്റെ പ്രൈസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി ജസ്റ്റ് ഓക്കെ ആവറേജ് ആണ്. പിന്നെ ബൈ ഡിഫോൾട്ട് സ്റ്റെബിലൈസേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. എന്നാൽ ഒരു ഫേസ് സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റഡി ഫേസ് എന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഡീസന്റ് സ്റ്റെബിലൈസേഷൻ കിട്ടും. അതായത് ഫേസ് ഒക്കെ നല്ല സ്റ്റില്ലായിരിക്കും. ഓക്കെ, ഫ്രണ്ട് ക്യാമറ ആൻഡ് റിയർ ക്യാമറ രണ്ടും വെച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പോർട്രേറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറുള്ള വീഡിയോസ് എടുക്കാൻ പറ്റും. പിന്നെ ഡ്യുവൽ വ്യൂ വീഡിയോ മോഡ് വരുന്നുണ്ട്. അതായത് ഫ്രണ്ട് ക്യാമറ റിയർ ക്യാമറ വെച്ച് നിങ്ങൾക്ക് ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ വ്ളോഗർ ഒക്കെ ആണെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു ഹാൻഡ് ഹെൽഡ് ആസ്ട്രോ ഫോട്ടോഗ്രാഫി മോഡ് കൊടുത്തിട്ടുണ്ട്.
അത്യാവശ്യം AI-യും എഡിറ്റിംഗ് ഒക്കെ അതിൽ വരുന്നുണ്ട്. ഓക്കെ, അതായത് കറക്റ്റ് ഫോട്ടോ അല്ല, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് റിയലി നൈസ്. ഔട്ട്കം നല്ലതാണ്. നമ്മുടെ ഈ സ്കൈ ഒക്കെ നല്ല ബ്ലൂ ആയിട്ട് നക്ഷത്രങ്ങളൊക്കെ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കാൾ സൈസിൻ്റെ ഒരു കളർ ടോഗിൾ വരുന്നുണ്ട്. അതായത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നാച്ചുറൽ സൈസ് കളേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്പോർട്സ് മോഡ് കൊടുത്തിട്ടുണ്ട്. ഈ സ്പോർട്സ് മോഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഷട്ടർ സ്പീഡ് നല്ലോണം കൂടും. അതായത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ഈവൻ വണ്ടികളാണെങ്കിലും ഞാനൊരു ലൈവ് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം, സ്ക്രീൻ റെക്കോർഡിംഗ് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലോണം വർക്ക് ആവുന്നുണ്ട്. പിന്നെ സയസ് സ്റ്റൈൽ പോർട്രേറ്റ് ഫിൽറ്റേഴ്സ് ഉണ്ട്. അതായത് സയസിൻ്റെ ലെൻസസ് ഉണ്ട്, അതിൻ്റെ ത്രൂ കിട്ടുന്ന ഒരു എഫക്റ്റ്, ആ എഫക്റ്റ് നമുക്ക് ഇവിടെ തരുന്നുണ്ട് ഈ ഒരു പോർട്രേറ്റ് വഴി. പിന്നെ 4K എക്സ്ട്രീം നൈറ്റ് മോഡിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വിവോയുടെ വിവോ V2 ചിപ്പ്, ആ V2 ചിപ്പ് ഇവിടെയും യൂസ്ഫുൾ ആവുന്നുണ്ട്. അത്യാവശ്യം നല്ല നൈറ്റ് വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ സ്കിൻ ടോൺ നല്ലതാണ്, നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ബേസിക്കലി സംഭവം എന്താണെന്ന് വെച്ചാൽ നൈറ്റ് മോഡ് ഉണ്ടല്ലോ, അത് വീഡിയോസിന് വേണ്ടിയുള്ള നൈറ്റ് മോഡും, അതാണ് ബേസിക്കലി ഈ ഒരു V2 ചിപ്പ് കൊണ്ടുള്ള ഗുണം. 4870 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 വാട്ടിൻ്റെ ഫാസ്റ്റ് വയർലെസ് ചാർജിങ്ങിനുള്ള സപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ TWS ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്, യാതൊരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. ഈവൻ ഫേസ് അൺലോക്ക് നല്ലതാണ്. 5G റെഡി ഫോണാണ്. ഞാൻ ജിയോ ആൻഡ് എയർടെൽ സിം 2 വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലോണം വർക്ക് ആവുന്നുണ്ട്. IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. Wi-Fi 6 ആൻഡ് ബ്ലൂടൂത്ത് 5.3 ഉണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് മൈക്രോ SD ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ ഈ സിമ്മിനുള്ള സപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഫിസിക്കൽ സിം അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സിമ്മും എൻ്റെ കൂടെ ഒരു സിം ഉപയോഗിക്കാൻ പറ്റും. ഞാൻ സാർവയിൽ ചെക്ക് ചെയ്തിരുന്നു, അതൊക്കെ അണ്ടർ ലിമിറ്റ് ആണ്. ലോഞ്ചിന് മുന്നേ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് പ്രൈസിങ് എനിക്കറിയില്ല. വിവോ X80 Proയുടെ പ്രൈസിങ് ഏകദേശം 80,000 രൂപയായിരുന്നു. സോ ഇതിൻ്റെ പ്രൈസിങ് ഓൾമോസ്റ്റ് അതേ പ്രൈസ് റേഞ്ചിലായിരിക്കും. ഒരു 80,000 rupees ഒക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ്. ചിലപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇന്നാണ് ലോഞ്ച്. സോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ എക്സാക്ട് പ്രൈസിങ് മെൻഷൻ ചെയ്ത് തരാം. ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓഫ്ലൈൻ സെൻട്രിക് ഫോൺ ആയതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഓഫേഴ്സ് ഈടാക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഓഫർ സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ X90 സീരീസിൽ 2 ഫോൺസ് ഉണ്ട്, X90 ആൻഡ് X90 Pro. ആക്ച്വലി Pro Plus ഉണ്ട്, അത് മിക്കവാറും ഇന്ത്യയിലേക്ക് വരില്ല. സോ ഇന്ത്യയിൽ X90 ആൻഡ് X90 Pro ഉണ്ട്. X90യുടെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും ആ വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക. This is your friend Mr. Perfect Tech signing off. Goodbye.